ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആൽഡോൾ കണ്ടൻസേഷനും ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷനും. അങ്ങനത്തെ രണ്ട് നെയിം റിയാക്ഷൻസ് ആയിരുന്നു പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ നോക്കുന്നത് അസിഡിറ്റി ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട് സിലബസിൽ. അസിഡിറ്റി ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന കാർബൺ ആൽഫ കാർബൺ വിളിക്കും. പിന്നെ ആ കാർബൺ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ബാക്കി കാർബണിനൊക്കെ ബീറ്റാ കാർബൺ വിളിക്കും. ഓക്കെ, ഞാൻ ആൽഫ ഹൈഡ്രജൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് പക്ഷേ ശരിക്കും ഹൈഡ്രജൻ ആയിരിക്കും. എന്താ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CH3CHO, അപ്പോൾ ഇതില് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടോ ഇല്ലയോ? എന്തോ ഉണ്ടായിരിക്കുമോ? ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ CH3CHOയും ഇപ്പോൾ ബെൻസാൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിൽ രണ്ടിനും അവർക്ക് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ അശ്വിൻ പറഞ്ഞു ആൽഫ കാർബൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റം അല്ലേ? ഇതിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയും. അപ്പൊ ആൽഫ ഹൈഡ്രജൻ എന്തായിരിക്കും? അതായത് ഈ ആൽഫ കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ 3 ഹൈഡ്രജൻ ആറ്റംസ്, അവരെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അറ്റാച്ച് ചെയ്ത് വേറൊരു കാർബൺ ഉണ്ടായിരുന്നെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ബീറ്റാ കാർബൺ എന്ന് പറയും. ഇപ്പൊ ആ കാർബണിന്റെ ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവരേതാ? ബീറ്റാ ഹൈഡ്രജൻ ആറ്റംസ് വരും. അങ്ങനെ വരും. അപ്പൊ ഇത് നോക്കിക്കേ, ഈ ബെൻസാൽഡിഹൈഡിന്റെ കേസിൽ അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിള്, ഇതിനോ? ഇത് ഏതാ കോമ്പൗണ്ട് പേരെന്തോ? ഇതിന്റെ പേരെന്താ? കോമ്പൗണ്ടിന്റെ പേരെന്താ? അസിറ്റോൺ. ഇവർക്കുണ്ടോ? ഉണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയ എന്താണ് ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഇപ്പൊ ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവര് ഈനോളേറ്റ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അതായത് ഒരു ആനയോൺ സ്റ്റെബിലൈസ്ഡ് ഫോം ആയിരിക്കും ചെയ്യുന്നത്. അവര് റെസനൻസ് അണ്ടർഗോ ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്തൊരു കോമ്പൗണ്ട് അവര് റെസനൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവരെന്ത് അറ്റൈൻ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മള് ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ ആ റിയാക്ഷൻ, ഇപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞ ആൽഡോൾ കണ്ടൻസേഷനും ഈ ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷൻ, ഈ രണ്ട് റിയാക്ഷനിലും നമുക്കിത് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് മനസ്സിലായത് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇപ്പൊ ആ മെക്കാനിസത്തിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്, അത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഫൈനൽ സംഭവം, പ്രൊഡക്റ്റ് അല്ല, അതിന്റെ ഇന്റർമീഡിയറ്റ് ഒരു ആനയോൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അവരത് അണ്ടർഗോ ചെയ്ത് ആ കോമ്പൗണ്ട് തന്നെ അവര് റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് മാറും. മീൻസ് റെസനൻസ് അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ട് അവര് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നെയിം റിയാക്ഷനിലോട്ട് പോവാണ്, ആൽഡോൾ കണ്ടൻസേഷൻ.
അപ്പൊ ആദ്യത്തെ നെയിം റിയാക്ഷൻ നമ്മൾ പോവാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്നുള്ളത്. എഴുതുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ എന്താ? അല്ല, ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സെൽഫ് അഡീഷൻ റിയാക്ഷൻ എന്നും കൂടി നമ്മൾ പറയും. ആൽഡോൾ കണ്ടൻസേഷനെ നമ്മൾ സെൽഫ് അഡീഷൻ റിയാക്ഷൻ എന്നും കൂടിയിട്ട് നമ്മൾ പറയും. അത് എന്തുകൊണ്ടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു റിയാക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് 2 molecules of aldehyde or ketone containing alpha hydrogen atom. ഒന്നും കൂടെ പറയാം. 2 molecules of aldehyde or ketone containing alpha hydrogen atom. അത്ര എഴുതിയോ? Combine itself in the presence of dilute alkali to form beta hydroxyaldehyde. ഇത് ബീറ്റ എങ്ങനെ എഴുതണേ? ബീറ്റ ഹൈഡ്രോക്സി aldehyde or beta hydroxy ketone ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, അതിന്റെ അർത്ഥം എന്തായിരിക്കും? അപ്പൊ അത് സെൽഫ് അഡീഷൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ആൽഫ ഹൈഡ്രജനുമായി കണ്ടെയ്ൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ബീറ്റ ഹൈഡ്രോക്സി. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് 2 കോമ്പൗണ്ട് വേണമല്ലോ. ഇപ്പൊ 2 സാധനം കൂടി മിക്സ് ചെയ്യുമ്പോഴായിരിക്കും ഒരു റിയാക്ഷൻ, അതൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ എടുക്കുന്നത് സെയിം, അതായത് 2 മോളിക്യൂൾസ് ഓഫ് ആൽഡിഹൈഡ്. ഇപ്പൊ നമ്മൾ ആൽഡിഹൈഡ് ആണ് എടുക്കണമെങ്കിൽ നമ്മൾ ഏത് ഗ്രൂപ്പ് മീൻസ് ഏത് കോമ്പൗണ്ട് ആണോ എടുക്കുന്നത് അതിന്റെ 2 മോളിക്യൂൾസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ CH3CHO. ഓക്കെ, CH3CHO എത്തനാൽ. അപ്പൊ ഇതിന്റെ നമ്മൾ 2 മോളിക്യൂൾസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കീറ്റോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് മാറ്റിയിട്ട് 2 കീറ്റോൺ ആയിരിക്കും എടുക്കുക. പക്ഷെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? ആൽഡോൾ കണ്ടൻസേഷനിൽ നമുക്ക് കണ്ടീഷൻ ഉണ്ട്, സെയിം മോളിക്യൂൾ ആയിരിക്കണം. അതെ, ഇപ്പൊ ഞാൻ 2 മോളിക്യൂൾസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ ഞാൻ എടുത്ത കോമ്പൗണ്ട് എന്താ? CH3CHO. ഈ CH3CHO തന്നെ ആയിരിക്കണം ഞാൻ ഒന്നും കൂടി എടുക്കണം. അപ്പൊ 2 മോളിക്യൂൾസ് ആയി, 2 എണ്ണം. ഓക്കെ, അതായത് ഇപ്പൊ CH3CHO പ്ലസ് CH3CHO ഇങ്ങനെ വരും. ഇപ്പൊ കീറ്റോൺ ആണെങ്കിൽ ഇതുപോലെ തന്നെ കീറ്റോൺ വരും. കണ്ടീഷൻ അവിടെ എന്താ വരുന്നത്? നമുക്ക് 2 മോളിക്യൂൾസ് എടുക്കാം, പക്ഷെ അത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. എന്തോ ഓട്ടോ അയണൈസേഷൻ? അത് എനിക്കറിയില്ല, അത് എവിടെ നിന്ന് കിട്ടി?
അല്ലല്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ഏതാണോ അവര് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ആൽഡോൾ കണ്ടൻസേഷന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇതായിരിക്കണം. ഇപ്പൊ ഞാൻ പറയാം, എനിക്കിപ്പോ HCHO എടുക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ? ഉറപ്പാണോ? ആണോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞ ആൽഫ ഹൈഡ്രജൻ എന്നുള്ളത്? കാർബൺ വേണം അതിന്. അത് ചുമ്മാ ഡയറക്ട്ലി ഇപ്പൊ ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാകത്തില്ല, ആൽഫ ഹൈഡ്രജൻ ആകില്ല. അതിന് കാർബൺ വേണം. മനസ്സിലായോ? അപ്പൊ ഈ കോമ്പൗണ്ട് ഒരിക്കലും ആൽഡോൾ കണ്ടൻസേഷൻ പോവത്തില്ല. ഓക്കെ, ഇനിയിപ്പോ നമ്മള് മെക്കാനിസത്തിലേക്ക് പോവാം. അതായത് ഈ രണ്ട് കോമ്പൗണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇനിയിപ്പോ നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ പ്രസൻസ് ഇത് ചുമ്മാ രണ്ടും കൂടെ മിക്സ് ചെയ്യണം അല്ല, ഇതിന്റെ അത് എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്? ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അതായത് ഒരു ബേസിന്റെ ഒരു ആൽക്കലിയുടെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ എന്തോ ഒന്ന് തന്നെയാ. ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമ്മൾ മെക്കാനിസത്തിലേക്ക് പോവാം. അപ്പൊ ഇത് എഴുതിക്കോണേ. ഓക്കെ, അപ്പോൾ മെക്കാനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ഓഫ് ആൽഫ ഹൈഡ്രജൻ ബൈ ദ ബേസ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ഓഫ് ആൽഫ ഹൈഡ്രജൻ ബൈ ബേസ്. അതായത് നമ്മളുടെ കോമ്പൗണ്ടായ CH3CHO അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പോവാ. അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഞാൻ CH3നെ ഇപ്പൊ CH3CHO എന്നാണല്ലോ കോമ്പൗണ്ട്, ഞാൻ അതിനെ CH2 എന്നാക്കിയിട്ട് സെക്കൻഡ് എന്തോ കേക്കുന്നില്ല, പറഞ്ഞേ. അതെ, അതെ. ആ, അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് CH3നെ ഞാൻ ഇവിടെ 2 ഹൈഡ്രജനും 1 ഹൈഡ്രജനായിട്ട് ഞാൻ എഴുതി സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഇക്വിലിബ്രിയം സൈൻ ആണ് ഇടുന്നത്. മറ്റ് സിംഗിൾ ആരോ അല്ല ഇടുന്നത്, ഇക്വിലിബ്രിയം സൈൻ ആണ് ഇടുന്നത്. അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മൾ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ആൽഫ ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം. അതായത് ആൽഫ ഹൈഡ്രജൻ ആണ് ഇതിലെ ഈ ഒരു ഹൈഡ്രജൻ എനിക്ക് റിമൂവ് ചെയ്യണം. എങ്ങനെയാ? ബൈ ബേസ്. നമ്മളുടെ ബേസ് എന്താ ഇവിടെ? NaOH. NaOH എന്ന് പറയുമ്പോൾ അതിന്റെ OH മൈനസ്. നമ്മൾ NaOH എന്ന് പറയുമ്പോഴത്തേക്കും Na പ്ലസ് OH മൈനസ് അല്ലേ, നമ്മൾ അതിന്റെ ന്യൂക്ലിയർ ഫൈലാണ് എടുക്കുന്നത്, OH മൈനസ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ആൽഫ കാർബൺ, ഇത് നമ്മളുടെ ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ എനിക്ക് എന്താ വേണ്ടത്? ഈ OH ഈ Hനെ വന്ന് എടുക്കും.
കൊണ്ടുപോകും. ആ H2 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് എന്താ വരുന്നത് ഇവിടെ? H2 ആയിട്ട് നമുക്ക് വരും ഒരു പ്രൊഡക്റ്റ്. എന്നിട്ട് ബാക്കി വരുന്നത് എങ്ങനെ വരുന്നത്? ഈ ഹൈഡ്രജനെ കൊണ്ടുപോവാണല്ലോ. അപ്പോ ഈ ഹൈഡ്രജനിലെ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് പോകും. അപ്പൊ അതാണ് ഈ ഹൈഡ്രജനിലെ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് പോകാനാണ് ഇങ്ങനെ ആരോ കാണിക്കുന്നത്. അതായത് ഈ ഹൈഡ്രജനിലെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് ഹൈഡ്രജനെ മാത്രമാണ് ഈ OH എടുത്തിട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് എന്താ വരിക? ഡബിൾ ബോണ്ട് വരത്തില്ല. നമ്മൾ അത് ബോണ്ട് ആക്കുന്നില്ല. നമ്മൾ ആ ഇലക്ട്രോൺസിനെ കാർബണിൽ കൊടുത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ട് തന്നെ നിർത്തുകയാണ്. അപ്പൊ നമുക്ക് CH2CHO എന്ന് വരും. അതായത് കാർബണിന്റെ മണ്ടയ്ക്ക് ഒരു മൈനസ് ചാർജ് കാണിക്കണം. അതായത് അവിടെ ആ ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർബാനയോൺ. ഇത്ര ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ആ, അതായത് നമ്മൾ ആ ഹൈഡ്രജനെ നമ്മൾ എടുക്കുകയാണ്, അബ്സ്ട്രാക്ട് ചെയ്യാണ്, അതിനെ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ, ബൈ ബേസ് എന്ന് പറഞ്ഞാൽ ഈ NaOH യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഹൈഡ്രജനിലെ ആ ഇലക്ട്രോൺസിനെ ആർക്ക് കൊടുത്തു? കാർബണിന് കൊടുത്തു. അപ്പൊ കാർബണിലേക്ക് അത് കൊടുക്കുമ്പോൾ അത് എന്തായിട്ടാണ് നിൽക്കുന്നത്? ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ കോമ്പൗണ്ടിന് നമ്മൾ പറയുന്നതാണ് കാർബാനയോൺ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനിയിപ്പോ ഇത് ഈ കാർബാനയോൺ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഈ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് എന്ന് പറഞ്ഞ് നിൽക്കും. അതായത് അത് ജസ്റ്റ് ഓക്കെ, ഇത് ഞാൻ വായിക്കുവാണ്. അതെങ്ങനെയാ റെസൊണൻസ് സ്റ്റെബിലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CH2 ഇവിടെ മൈനസ് ഉണ്ടല്ലോ, CH2 സെക്കൻഡ് C ഡബിൾ ബോണ്ടോ H. ഇത് റെസൊണൻസ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അതായത് ഈ നെഗറ്റീവ് അവരിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഫുള്ളി ആ കോമ്പൗണ്ട് ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് ഈ നെഗറ്റീവ് ചാർജ് എന്താ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഞാൻ വേറൊരു കളർ കാണിച്ചു തരാം, ഈ കൺഫ്യൂഷൻ. ഈ നെഗറ്റീവ് ചാർജ് കാർബണിലേക്ക് പോകും. അപ്പൊ ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് ആയില്ലേ. അപ്പൊ ഇവിടെ ഈ കാർബണിന് അപ്പൊ ബാലൻസി കൂടി പോകത്തില്ലേ ഈ കാർബണിന്? അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? ഈ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ്, ഓക്സിജന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലല്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ ആ ബോണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതെന്തായിട്ട് മാറും? അപ്പൊ ഇതിനെ നമ്മളിവിടെ ഡബിൾ ഹെഡഡ് ആരോ കാണിക്കും. റെസൊണൻസ് കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ ഹെഡഡ് ആരോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ വരിക? CH2 ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് O മൈനസ് H. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് എന്ന് പറയും. ഓക്കെ, അതാണ് ഈ കാർബാനയോൺ അണ്ടർഗോ ചെയ്യുന്ന ഈ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് ചാർജ് പിന്നെ ഇങ്ങോട്ടേക്ക് പോവും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സെയിം സാധനം തന്നെ ഫോം ചെയ്യും. അങ്ങനെ അവര് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ സ്റ്റെബിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ് അവര്. ഓക്കെ, ഇത് ജസ്റ്റ് ബ്രാക്കറ്റിൽ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് ഇത് ബ്രാക്കറ്റിൽ കാണിക്കുക. ഏത് Hന്റെ അടുത്ത്? ഈ Hോ? ഈ H ആണോ പറഞ്ഞേ? ആ Hന്റെ അടുത്ത് എന്ത് പോകുന്നില്ല ഒന്ന്? ഇല്ല.
ഓക്കെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫോം ചെയ്ത ഈ കാർബൺ, നമുക്കിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എന്താ, 2 മോളിക്യൂൾസ് ആണ് നമ്മൾ എടുത്തത്, CH3CHO. അതിലിപ്പോൾ നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് CH3CHOനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, കാർബാനോട്ട് മാറ്റിയത്. ഇനിയിപ്പോ നമുക്ക് ഒരു മോളിക്യൂളും കൂടി കിടപ്പില്ലേ, CH3CHO. ഇനിയിപ്പോ ആ മോളിക്യൂളിലോട്ട് നമ്മൾ ഈ കാർബാനോണിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ ഫോംഡ് കാർബാനിയോൺ റിയാക്ട് വിത്ത് ദ സെക്കൻഡ് മോളിക്യൂൾ ഓഫ് CH3CHO. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതായത് നമ്മൾ CH3 എഴുതുക, സി, ആ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു മോളിക്യൂളെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, പ്ലസ് നമുക്ക് കിട്ടിയ CH2CHO മൈനസ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ CH2CHO മൈനസ്. അപ്പൊ ഇതിനകത്ത് ഇനി അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമുക്കൊരു നെഗറ്റീവ് ഒരു ന്യൂക്ലിയോഫൈൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു കാർബണൈൽ കോമ്പൗണ്ടിൽ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് പോവും, ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, കാർബണിൽ അപ്പൊ ആ സമയത്ത് എന്ത് ചാർജ് ആയി നിൽക്കുക? പോസിറ്റീവ് ചാർജ്. അപ്പോ നമ്മളുടെ കയ്യിലുള്ളത് നെഗറ്റീവ് അല്ലേ, കാർബാനിയോൺ അല്ലേ, അപ്പൊ ഈ കാർബാനിയോൺ ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ കറക്റ്റ് ആരോ കാണിക്കണം, അതായത് ഈ നെഗറ്റീവ്, ഇങ്ങനെ വേണം ആരോ കാണിക്കാൻ, നെഗറ്റീവ് ചാർജ് പോയിട്ട് കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ അപ്പൊ പ്രൊഡക്റ്റ് എഴുതാൻ പോവാം. പ്രൊഡക്റ്റ് വരുന്നത് എങ്ങനെ വരുന്നത്? CH3, അതായത് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുക എഴുതാൻ, CH3 C, ഇവിടെ സിംഗിൾ ബോണ്ട് O അല്ലേ, O മൈനസ് വരും, അത് കഴിഞ്ഞിട്ട് CH വരും, മൈനസ് സോറി കേട്ടോ, മൈനസ് അല്ല, ബോണ്ട് ഈ ഗ്രൂപ്പ് ഏതാ, CH2CHO. ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഹൈഡ്രോളിസിസ്, അതായത് എന്തോ formed carbanion react with the second molecule of CH3CHO. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ്. അതായത് ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വാട്ടർ അഡീഷൻ ആയിരിക്കും നടത്തുന്നത്. അതായത് നമ്മൾ ഈ കോമ്പൗണ്ടിലോട്ട് അതായത് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിയ ഈ കോമ്പൗണ്ടിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? എന്തോ ഞാൻ H2 അല്ലേ ആഡ് ചെയ്യുന്നേ, അപ്പോ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ, അപ്പൊ അവിടേക്ക് എന്താ സംഭവിക്കുക? H പോകും, അതായത് CH3 CH CH2 ഇവിടെ സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് CH3 CH CH2 CHO O H എന്ന് വരും. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. നമ്മൾ ഹൈഡ്രോളിസ് ചെയ്യുമ്പോഴത്തേക്കും
അതായത് ഇവിടെ വാട്ടർ അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ എന്ത് പറ്റും, H+ നമ്മൾ കൊടുക്കും. കാരണം ഇവിടെ O- അല്ലേ, അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കും, Hനെ കൊടുക്കും ഹൈഡ്രോളിസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് അസറ്റാൽഡോൾ. അസറ്റാൽഡോൾ എന്നാണ് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പേര്. ഇനിയിപ്പോ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞെന്താ, ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അപ്പൊ ഇത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണോ? അല്ലേ. CH3 നമുക്ക് ഫോം ചെയ്ത ലാസ്റ്റ് പ്രൊഡക്റ്റ് CH3 CH OH CH2 CHO. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ടായിരുന്നു ടു ഫോം ലാസ്റ്റില് എന്താ, ഈ രണ്ട് മോളിക്യൂൾസ് ആൽഡിഹൈഡ് HC ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഫോം ചെയ്ത പ്രൊഡക്റ്റ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണോ? അല്ലേ. കാരണം എന്താ, അതെ. അപ്പൊ ഇത് ആൽഫ, ഇത് ബീറ്റ. അപ്പൊ ബീറ്റയില് OH ഗ്രൂപ്പ് ഉള്ളത് ഹൈഡ്രോക്സി ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ കിട്ടിയില്ലേ, ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലേ? ഓക്കെ. നമുക്ക് ഇനിയിപ്പോ ഇതിനെ തന്നെ, അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിനെ നമുക്ക് ഹീറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ഒരു കാർബണൈൽ കോമ്പൗണ്ട്സിനെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, വാട്ടർ ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു റിയാക്ഷനകത്ത് നമ്മൾ ഹീറ്റിംഗ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ വാട്ടർ എലിമിനേഷൻ ആണ്. അതായത് ഇവിടുന്ന് ഒരു H പോവും, ഇവിടത്തെ ഈ OH കൂടി പോകും. മനസ്സിലായി? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് വരും, CH3 CH ഡബിൾ ബോണ്ട് എന്ത് വരും, CH CHO. അപ്പൊ ഇതെന്ത് വരുന്നത്, ഇത് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതിനെയാണ് നമ്മൾ അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോ വാലൻസി പോകത്തില്ലേ, ഇവിടുന്ന് OH പോകത്തില്ലേ, ഇവിടുന്ന് OHും ഇവിടുന്ന് Hും പോകത്തില്ലേ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയിട്ടല്ലേ വരിക. അതുകൊണ്ടാണ് നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്തോ, ഇതിന് ഡബിൾ ബോണ്ട് ആയത് നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ IUPAC പേര് നിന്ന് 2-ബ്യൂട്ടിനാൽ എന്ന് പറയും. 2-ബ്യൂട്ടിനാൽ. കാരണം 4 കാർബൺ അല്ലേ. അപ്പോ ഇവിടെ 1 2 3 4 ഇപ്പൊ സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 2-ബ്യൂട്ട് വരും. പിന്നെ വരുന്നത് എന്താ, ആൽഡിഹൈഡ് ആയതുകൊണ്ട് ENAL വരും. അതിന്റെ വേറൊരു പേരാണ് ക്രോട്ടോൺ ആൽഡിഹൈഡ് എന്നും പറയും. മനസ്സിലായോ? ഇവ മെക്കാനിസം മനസ്സിലായോ, ആൽഡോൾ കണ്ടൻസേഷൻ മെക്കാനിസം മനസ്സിലായോ? അപ്പോ ഇപ്പൊ ഞാനൊരു ഹോംവർക്ക് തരാം. CH3 നോക്കാം.
ഇതിന്റെ മെക്കാനിസം ഇതിന്റെ രണ്ടിന്റെ മെക്കാനിസം ചെയ്യാം ഹോംവർക്ക്. എന്തോ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ട്രൈ ചെയ്യേ, കിട്ടുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്ക്. അയ്യോ നിക്ക്, ക്വസ്റ്റ്യൻ ചെയ്ത് പോയി. ഓക്കെ, CH to CH ഇത് രണ്ടും ഏതാ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ അടുത്ത റിയാക്ഷൻ ആണ് നമ്മുടെ ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷൻ. അപ്പൊ ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്തോ അത് ആലോചിക്കുക, തന്നെ ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ നോക്ക്. അടുത്തതാണ് നമ്മളുടെ നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ക്ലേസൻ DT ആണ് ഇത്. ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷനകത്ത് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ നോട്ടിന പിന്നെ എഴുതിയാവേ തരാവേ. ഓക്കെ, ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷനകത്ത് ആരോമാറ്റ് എന്തോ ക്ലേസൻ അങ്ങനെ സെപ്പറേറ്റ് റിയാക്ഷൻ ഉണ്ടോ? അതിപ്പോ വേറെ ആയിരിക്കും. അത് രണ്ടാ, ഇത് വേറെ അല്ലേ. അതിപ്പോ ഇതിനകത്തുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ബെൻസോയിൻ കണ്ടൻസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ക്ലേസൻ ഷ്മിത്ത് റിയാക്ഷനകത്ത് aromatic aldehyde containing no alpha hydrogen atoms, they do not undergo self-addition reaction but react with aldehyde or ketone containing alpha hydrogen atom in presence of alkali. അതായത് സിമ്പിൾ വേർഡ്സിൽ ഞാൻ പറയാം. അതായത് ഇതിനകത്ത് രണ്ട് റിയാക്ടൻസ് പറയുന്നത്, ഒന്ന് വിത്ത് ആൽഫ ഹൈഡ്രജനും ഒന്ന് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജനുമാണ് റിയാക്ട് ചെയ്യുന്നത് ക്ലേസൻ ഷ്മിത്തിനകത്ത്. ആദ്യത്തെ ആൽഡോളിനകത്ത് എന്തായിരുന്നു? വിത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള സെയിം 2 മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ആൽഡോൾ എന്ന് പറഞ്ഞു. ക്ലേസനകത്ത് ഈ റിയാക്ഷനകത്ത് ഒരു റിയാക്ടന്റ് വിത്ത് ആൽഫ ഹൈഡ്രജനും മറ്റേ അടുത്ത റിയാക്ടന്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ രണ്ട് കോമ്പൗണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിന്റെയും ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആയിരിക്കും അതിന്റെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബെൻസാൽഡിഹൈഡ് തന്നെ എടുക്കുക. അപ്പൊ C6H5CHO, ബെൻസാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ?
ആൽഫ ഹൈഡ്രജൻ ചോദിച്ചത് ആ പി എച്ച് ഫസ്റ്റ് ചോദ്യത്തില് പി എച്ച് ഒറ്റച്ചിരിക്കുന്ന കാർബണാണ് അല്ലേ? അശ്വിൻ കോമ്പൗണ്ട്സ് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഇതിങ്ങനെയാന്ന് വിചാരിക്കുക, അതിന് സ്ട്രക്ചർ ഓർക്കണം. ഇതിലില്ല. ആ ഇതന്നെയല്ലേ ഇത്. ആ ഇപ്പൊ മനസ്സിലായോ? ആ അപ്പൊ ഇതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കോമ്പൗണ്ടാ. അപ്പൊ അത് ഞാൻ എന്ത് എടുത്തു? കീറ്റോൺ എടുത്തു. CH3 CO C6H5. ഇതേതാ? അസിറ്റോഫീനോൺ. ഇതിനെ പറയുന്നത് അസിറ്റോഫീനോൺ. അപ്പൊ ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് OH-, അതായത് ബേസ് NaOH, നമ്മൾ ആദ്യത്തെ എടുത്ത പോലെ തന്നെ ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്ത് ഇതിന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ മെക്കാനിസം നോക്കാൻ പോവാം. അപ്പൊ മെക്കാനിസം സെയിം തന്നെ, ആൽഡോളുടെ സെയിം മെക്കാനിസം തന്നെ, സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആൽഡോൾ. അതെ, അപ്പൊ ആൽഫ ഹൈഡ്രജനായിട്ട് അബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽഫ ഹൈഡ്രജനാറ്റം ഉള്ള കോമ്പൗണ്ട് അല്ലേ എടുക്കാൻ പറ്റൂ. അപ്പൊ ബെൻസാൽഡിഹൈഡ് നമുക്ക് ആദ്യത്തേന്ന് ബെൻസാൽഡിഹൈഡ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ്. അപ്പൊ അപ്പൊ ഇതിന്ന് നമ്മള് ഒരു ആൽഫ ഹൈഡ്രജൻ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? എന്തായിരിക്കും ഫോം ചെയ്യുക അവിടെ? കാർബാനിയൻ ഫോം ചെയ്യും. അതായത് എവിടുന്നാ പോകുന്നത്? ഇവിടുന്ന് പോകും. CH3 എന്നുള്ളത് പോകും. അപ്പൊ CH2 ഇവിടെ മൈനസ് വരും. C ഡബിൾ ബോണ്ടോ C6H5 എന്ന് വരും അല്ലേ? ഇനിയിപ്പോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇനിയിപ്പോ നമ്മൾ ഈ കാർബാനിയോണിനെ നമ്മൾ ബെൻസാൽഡിഹൈഡിൽ റിയാക്ട് ചെയ്യിപ്പിക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും? ബെൻസാൽഡിഹൈഡ് എഴുതും. C6H5 C ഡബിൾ ബോണ്ടോ H പ്ലസ് നമുക്ക് ഈ ലാസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ഈ കാർബാനിയോൺ CH2 മൈനസ് C ഡബിൾ ബോണ്ടോ C6H5. നമുക്കവിടെ എന്താ പ്രൊഡക്റ്റ് കിട്ടുക? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും, ഈ നെഗറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് പോകും? ഇവിടെ പോകും. അപ്പൊ നമുക്ക് എന്തായിരിക്കും പ്രൊഡക്റ്റ് ഫോം ചെയ്യാ? അത് എഴുതിയിട്ടൊന്ന് പറഞ്ഞു എങ്ങനെയാ കിട്ടുന്നതെന്ന്. ബോഡി നോക്കി ആൻസർ പറയല, എഴുതി നോക്കുക. അത് കൂടെ ചെയ്യത്. C6H5 C O മാത്രം. O നെഗറ്റീവ്
H ആ ബാക്കി ബാക്കി H2 അല്ലേ? എന്നിട്ട് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പാണ് ആ എന്തോ? ഹൈഡ്രോളിസിസ്. ആ ഹൈഡ്രോളിസിസ്, അതായത് H2O ചെയ്യും. H2O ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക? H2O ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള വാട്ടർ മാറണം. അല്ല, ഹൈഡ്രോളിസിസ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ് സ്റ്റെപ്പിൽ എങ്ങനെ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നേ? അല്ല, വാട്ടർ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ OH നെഗറ്റീവിന്റെ അവിടെ എന്ത് വരും? O നെഗറ്റീവിന്റെ അവിടെ എന്ത് വരും? ഇവിടെ OH വരും. അപ്പൊ നമുക്ക് എന്താ ഫോം ചെയ്യുന്നത് അവിടെ? C6H5 CHOH എന്നല്ലേ വരിക? എന്നിട്ട് ബാക്കിയെല്ലാം സെയിം വരും അല്ലേ? എന്തോ? അതെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്താ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് കോമ്പൗണ്ട് കിട്ടും. അതായത് C6H5 കിട്ടിയ കോമ്പൗണ്ട് എന്തായിരുന്നു? CHOH CH2 CO C6H5. ഇതിനെ നമുക്കിനി ലാസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? റിമൂവൽ ഓഫ് വാട്ടർ. വാട്ടർ മോളിക്യൂൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യല്ലേ? അത് എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് OH പോകും, ഇവിടുന്ന് H പോകും. അപ്പൊ C6H5 CH ഡബിൾ ബോണ്ട് CH CO C6H5. അപ്പൊ ഇതിന് ബെൻസാൽ അസിറ്റോഫിനോൺ എന്ന് പറയും. ഇതിന്റെ പേര് ബെൻസാൽ അസിറ്റോഫിനോൺ. ഇപ്പൊ മനസ്സിലായോ? റിയാക്ഷൻ രണ്ടും മനസ്സിലായോ? ആൽഡോൾ കണ്ടൻസേഷനും ക്ലേസൺ ഷ്മിത്തും മനസ്സിലായല്ലോ അല്ലേ? മെക്കാനിസം ഒക്കെ ഡൗട്ട് ഉണ്ടോ? എന്തോ? ഓ, അപ്പോ ഇനിയിപ്പോ ഹോംവർക്ക് തരാം. ഇപ്പൊ നമ്മൾ ചെയ്ത ബെൻസാൽഡിഹൈഡും അസിറ്റോഫിനോണും ആയിരുന്നു അല്ലേ ചെയ്തത്? ഇപ്പൊ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതെ. കെമിക്കൽ ഫോമിൽ ചെയ്യാൻ കെമിക്കൽ ഫോമിൽ ചെയ്യാം. എനിക്ക് മനസ്സിലായില്ല. ഇത് ബെൻസീൻ അല്ലല്ലോ.
സൈക്ലിക് കോമ്പൗണ്ട് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സൈക്ലിക് കോമ്പൗണ്ട്സിലൊക്കെ മറ്റേ കെമിക്കൽ ഫോർമുല ചെയ്താൽ പോലെ. ഇങ്ങനെയല്ല കുഴപ്പമില്ല. അത് നോക്ക്, ചെയ്ത് നോക്ക്. ഇത് ട്രൈ ചെയ്ത് സെക്കൻഡ് വൺ ട്രൈ ചെയ്ത് നോക്ക്. തെറ്റിയാലും കുഴപ്പമില്ല, ചെയ്തിട്ട് എന്തായാലും രണ്ടിന്റെ അയച്ചിട്ടേക്ക്. അപ്പൊ ഇപ്പൊ രണ്ടെണ്ണം ആൽഡോളും 2 ക്ലേസിനും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് വരിക. ഐ മീൻ ഹോംവർക്ക് ഇന്ന് പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ ഇട്ടാലും മതി. ഇന്ന് തന്നെ ഇടണമെന്നില്ല, ആലോചിച്ച് ചെയ്താൽ മതി. ഇപ്പൊ നാളത്തേക്ക് ഇട്ടാലും കുഴപ്പമില്ല.